എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ എവിടെ നോക്കിയാലും നമ്മുടെ ഷാജി ഇങ്ങനെ നിന്ന് നിറയാണ്. അപ്പോൾ അതിന് ഒരു ചേഞ്ച് വരുത്താനായിട്ട് ഞാനൊരു വീഡിയോ കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. മനസ്സിലായില്ലേ? ക്രിസ്മസ് കേക്ക് ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയല്ലേ. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്യണം. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ട് ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആഘോഷിക്കണം. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയില്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്താണ് ചില പുഴുക്കുത്തുകളൊക്കെ വരുന്ന രീതിയിലുള്ള ഒരു വോയിസ് കോൾ എത്തിയിരിക്കുന്നത്. ചില കൃമികൾ ഇറക്കുമതി ചെയ്ത ഒരു വോയിസ് കോളാണ് ഇത്. ഈ വോയിസ് കോൾ കൃത്രിമമായിട്ട് നിർമ്മിച്ചതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വോയിസ് കോൾ എന്താണെന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കേട്ടോ. ഇന്നലെ എൻ്റെ ഇടവകയിൽ സംഭവം ഉണ്ടായേ. നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ അടുത്ത പള്ളിയിലെ യുവജനങ്ങൾ അവർക്ക് ഫണ്ട് കളക്ഷൻ വഴി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ അവരിന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു. എന്നാൽ ഞാനവിടെ മാറിയിരുന്നു, ഒന്നും മിണ്ടാനൊന്നും പോയില്ല. അവർക്ക് ശരിക്കും പെട്ടെന്ന് തോന്നി. അതായത് കേക്കിന് ഓർഡർ കൊടുക്കാനായിട്ട് കുറച്ച് ആളുകൾ അവിടെ വന്നു എന്നാണ് പറയുന്നത് ഇടവകയിൽ. അപ്പോൾ ബാക്കി കാര്യം വീണ്ടും കേൾക്കാം. നമ്മളിത് മിണ്ടാതിരിക്കേണ്ട, നമ്മൾ ചോദിക്കാമല്ലോ, ഇത് ആരുണ്ടാക്കുന്നതൊക്കെ ചോദിക്കാമല്ലോ. ഞാൻ അവർ ചോദിച്ചു, മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ അവർ. അപ്പോൾ അതായത് പറയുന്നതെന്ന് വെച്ചാൽ കുറേ ആളുകൾ ചോദിക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന്. ഇതിങ്ങനെ വോയിസ് കോൾ ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക്, ഫോണിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. അതുകൊണ്ടാട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് പേര്, 1-2 കുട്ടികളായിരിക്കണം ആരെയും, ഇടവകയിലേക്ക് ചെന്നിരിക്കുകയാണ്. കേക്കിന് ഓർഡർ എടുക്കാനാണ് ചെന്നിരിക്കുന്നത്. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ കേക്കിന് ഓർഡർ എടുക്കാനായിട്ട് വരുന്ന സമയത്തിന് അവിടുത്തെ ഇടവകയിലെ വികാരി ചോദിച്ചു, അച്ഛൻ ചോദിച്ചു, മക്കളെ ഈ കേക്ക് നിങ്ങൾ എവിടെ നിന്നാണ് എടുക്കുന്നത്? അത് ചോദിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ, കാലം ഒട്ടും ശരിയല്ല. അങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞ മറുപടി കേൾക്കാം. പറഞ്ഞു, ചേട്ടാ അത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബേക്കറിക്കാരൻ ഉണ്ടാക്കുന്നതാണ്, അവർ സ്വന്തമായി ബോർമയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ബേക്കറിയുടെ പേരെന്നാ, അവർ ബേക്കറിയുടെ പേരും പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എവിടുന്നാ മക്കളെ ഈ കേക്ക് ഉണ്ടാക്കുന്നത്? അത് ചേട്ടാ, ഇത് നമുക്കറിയാവുന്ന ഒരു ബേക്കറിയിൽ ഉണ്ടാക്കുന്നതിന്. എന്താ മക്കളെ ബേക്കറിയുടെ പേര്? അത് ചേട്ടാ, അത് അവർക്ക് സ്വന്തമായിട്ട് ബോർമയൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഞെട്ടിക്കുന്ന ഒരു രഹസ്യം ഈ പിള്ളേരങ്ങ് വിളിച്ചങ്ങ് പറയുക കേട്ടോ. എന്തായിരിക്കും ആ ഞെട്ടിക്കുന്ന രഹസ്യം? അത് മറ്റൊന്നും അല്ല, ആ ഒരു ബേക്കറിയുടെ പേരാണ്. ആ പേര് കേട്ടപ്പോഴുണ്ടല്ലോ നമ്മുടെ പള്ളിയിലെ അച്ഛനാണെങ്കിൽ നിന്ന നിപ്പിലങ്ങ് വിയർത്തു. എന്തായിരിക്കും അത്രയ്ക്ക് വലിയ ഭീകരമായിട്ടുള്ളൊരു പേര്? കേൾക്കാം. ഞാൻ അവരോട് ചോദിച്ചു, ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാക്കുന്ന. അവിടെയും പ്രശ്നം മതം തന്നെയാണ് വന്നത്. ഒരു കേക്ക് ഉണ്ടാക്കുന്നതിന് പോലും മതം എന്താണെന്ന് ആണ് തിരക്കുന്നത്. ഏത് മതത്തിൽപ്പെട്ട ആളുകളാണ് മക്കളെ കേക്ക് ഉണ്ടാക്കുന്നത്? നമ്മളത് തിരക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ബാക്കി കൂടി കേൾക്കാം. മുസ്ലിംസ് ആണ്. ഞാൻ പറഞ്ഞു, മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ? അത് ശരിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളല്ല, അവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ട് നമ്മൾ അറിയുന്നില്ലേ? അവരുണ്ടാക്കുന്ന കേക്കുകൾ നമുക്ക് കഴിച്ചുവിടുന്ന അറിഞ്ഞുകൂടെ? അത് ഹറാമാണ്. ഹറാമെന്ന് പറയുന്നത് നമ്മളല്ലല്ലോ പറയുന്നത്, അല്ലേ? അത് അവർ പറയുന്ന വാക്കല്ലേ. അപ്പോൾ പറഞ്ഞത്, മക്കളെ അവരുണ്ടാക്കുന്ന കേക്ക് നമുക്ക് കഴിച്ചുവിടുക എന്നുള്ളത് അറിഞ്ഞുകൂടെ? ഇപ്പം നമ്മൾ എന്തെല്ലാമാണ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതെന്ന് നിനക്കറിയില്ലേ? അപ്പോൾ അത് കേട്ടിട്ട് പിള്ളേർ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി കാര്യത്തിലേക്ക് വരികയാണ് പുള്ളിക്കാരൻ. എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ ഈ പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ടാക്കുന്ന കേക്ക് ഓർഡർ ചെയ്യരുതെന്ന് പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ? കേട്ടോ. ഈ തുപ്പിലും തൂറിയിലും ഹലാലാക്കിയപ്പോൾ നിങ്ങൾക്ക് ദയവ് കൊണ്ടുവരരുത് കേട്ടോ. ഞങ്ങൾക്ക് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്. വാങ്ങുന്നവർ വാങ്ങിച്ചോട്ടെ, പക്ഷെ ഞാൻ എന്തായാലും വാങ്ങില്ല. ഇതാണ് പ്രശ്നം. തുപ്പലാണ് ഇവിടെ വില്ലനായിരിക്കുന്നത്. തുപ്പലും പിന്നെ നമ്മുടെ സൈരന്ദ്രി ചേച്ചി പറഞ്ഞ ആ ഒരു വാക്കുണ്ടല്ലേ, എന്തൊക്കെയോ എറിയും എന്ന് പറഞ്ഞല്ലോ, ആ ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കൊണ്ടുവരികയാണെങ്കിൽ പുള്ളിക്കാരൻ മേടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടു നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യൻസിന്റെ കയ്യിൽ നിന്നാണ് കേക്ക് കൊണ്ടുവരുന്നെങ്കിൽ 10 കിലോ കേക്ക് ഞാൻ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് ഓഫറും കൊടുത്തു. 10 കിലോ. പെട്ടെന്ന് പള്ളിയിലുള്ള എല്ലാവരും ഒന്നിച്ചങ്ങ് പെട്ടെന്ന് എന്റെ കൂടെയും കൂടി, ആനിമേറ്റർ കൂടി. ശരിയാ, പുള്ളി പറഞ്ഞ ശരിയാ. എന്തായാലും മക്കളെ ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ കേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പള്ളിക്കാർക്ക് വേണ്ട. നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ കേക്കിന് ഓർഡർ തരാന്ന് പറഞ്ഞു. പക്ഷേ ഈ കാലഘട്ടം ശരിയല്ല. അതൊക്കെ ശരിയാണ്. ഈ കേക്ക് ചുമ്മാതെ തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നോ എന്നൊരു സംശയം. വേണ്ട, അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്തായാലും നമ്മുടെ അച്ഛന് ഇനി ചുമ്മാതെ കൊടുത്താലും ഇനി എങ്ങനെ കൊടുത്താലും ഇവർ
എന്നിട്ടും കൊടുക്കുന്ന കേക്കുകളൊന്നും അവർക്ക് വേണ്ട. എന്തിനാ ഇങ്ങനെ തുപ്പുകയും ചെയ്യുന്നത്? നേരെ മണം കൊടുക്കുകയാണെങ്കിൽ അവർ മേടിച്ചേനെ. പക്ഷേ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് വേണ്ട. എന്നിട്ട് കാലഘട്ടം ശരിയല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നമ്മുടെ വൈദികൻ പറയുന്നുണ്ട്, കേക്ക് നമ്മൾ എടുത്തോളാം കേക്ക്. പക്ഷേ അതിന് ഒരു കാര്യമുണ്ട്, മുസ്ലിങ്ങളുടെ പ്രത്യേകതരം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കേക്കായിരിക്കരുത്, ക്രിസ്ത്യാനികൾക്കുള്ള ബേക്കറികളിൽ ഉണ്ടാക്കുന്ന കേക്കായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർ 10 കിലോ കേക്കാണ് എടുത്തോളാം എന്ന് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി കേൾക്കാം. ഞങ്ങൾക്ക് ക്രിസ്ത്യൻസിന്റെ ബോർമയൊന്നും ഞങ്ങൾക്ക് പരിചയമില്ല. ഞങ്ങൾ പെട്ടെന്ന് ബോർമയെല്ലാം കൊടുത്തു, ഞങ്ങളുടെ പരിചയത്തിലുള്ള ബേക്കറികളും അതിന് അഡ്രസ്സെല്ലാം കൊടുത്തു. അപ്പോൾ പ്രശ്നം വന്നത് ബോർമയാണ്. അപ്പോൾ ഈ വന്ന കുട്ടികൾ പറഞ്ഞു, ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കുള്ള ബോർമയെന്ന് നമുക്കറിയില്ല, മുസ്ലിങ്ങൾക്കാണ് ഈ ലോകം മൊത്തം ബോർമ കെട്ടിയിട്ടിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ബോർമ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മക്കളെ നിങ്ങൾ പേടിക്കണ്ട, ഈ ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടെങ്കിലും ക്രിസ്ത്യാനികൾക്കുള്ള ബോർമ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെ എന്ത് ചെയ്തെന്നറിയാമോ? ക്രിസ്ത്യാനികൾക്കുള്ള ബോർമകളുടെ എല്ലാം ഡീറ്റെയിൽസൊക്കെ എടുത്ത് ഈ കുട്ടികൾക്ക് കൊടുത്തു. അതിനുശേഷം പറഞ്ഞു ഈ ബോർമ, അതായത് പിന്നെ ഈ ബേക്കറികൾ കംപ്ലീറ്റ് ക്രിസ്ത്യാനികൾക്കുള്ള എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ചികഞ്ഞെടുത്ത് പുള്ളിക്കാരൻ കൊടുത്തു. എന്നിട്ട് പറയാണ്, ഇനിയെങ്കിലും നമ്മുടെ പുതിയ തലമുറകളൊക്കെ ഇതൊന്ന് ഫോളോ ചെയ്ത് വരണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ബാക്കി കേൾക്കാം. അവർക്ക് പറഞ്ഞിരിക്കുന്ന ഓഫറുകളോ ചേർന്നുള്ള ഓഫറുകളൊക്കെ കൊടുത്തു. ഞാൻ പറഞ്ഞത് നമ്മൾ മിണ്ടാതിരിക്കരുത്, പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം, സംസാരിച്ചുകൊണ്ടേയിരിക്കണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊരു ബോധ്യം. അതാണ് പറയുന്നത്, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, മിണ്ടേണ്ടത് അപ്പോഴും മിണ്ടിക്കൊണ്ടിരിക്കണം, പറയേണ്ടത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാനത് അപ്പോഴും പറഞ്ഞു കൊടുത്തത് കൊണ്ടേ ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ, നമ്മുടെ ആളുകളിൽ നിന്ന് കേക്ക് വാങ്ങാൻ ഒക്കെ ഒരു ബോധ്യം കിട്ടി. ഞങ്ങൾ പറയുക, നിങ്ങളെല്ലാം നിങ്ങളുടെ പള്ളിയിൽ ആരുടെ കയ്യിൽ നിന്നാണ് ഈ പ്രാവശ്യം കേക്ക് വരുന്നത് എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാകണം. കേക്ക് അല്ല, ഞാൻ ചിന്തിച്ചതാണേ, കേക്ക് ഇനി തൊട്ട് വരുമ്പോൾ ഇത് ആരുടെ കയ്യിൽ നിന്നും വരുന്ന കേക്കാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവണമെന്ന് പുള്ളിക്കാരൻ പറയുന്നു. അവിടെ ഞാനിങ്ങനെ ഒരു നിമിഷം ചിന്തിച്ച് നോക്കിയതാട്ടോ. ചിന്തിക്കാം, നമ്മളെല്ലാവരും ചിന്തിക്കാം. നിങ്ങൾ ക്രിസ്ത്യാനികളെ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല, നമ്മൾ ഹിന്ദുക്കളും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് നമുക്ക് ഒരുമിച്ച് നിന്ന് ചിന്തിക്കാം. വാങ്ങുന്ന ചിന്ത ഉണ്ടാകണം. നമ്മുടെ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ നമ്മൾ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കാനും വളർത്താനും നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതാണ് കാര്യം. ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ മൊത്തത്തിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് കേക്ക് ഉണ്ടാക്കാനും കേക്ക് നിർമ്മിക്കാനും. അതെന്താ, ഉണ്ടാക്കുന്നത് നിർമ്മിക്കുന്നത് ഒന്ന് തന്നെയല്ലേ? ആയിരിക്കും. എന്തായാലും കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചിട്ട് അത് നിർമ്മിക്കാനും അതെന്തായാലും കേക്ക് ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ എല്ലാവരുടെയും കൈകളിലേക്ക് എത്തിക്കാനും നമ്മൾ പഠിച്ചിരിക്കണം. ഇനിയുള്ള പുതിയ തലമുറകളെങ്കിലും മണ്ടന്മാരാകരുത് കേട്ടോ കേക്കിൻ്റെ കാര്യത്തിൽ. ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കാം. അതാണ് പ്രശ്നം. ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകരുത്. അതെന്താ, അവർക്ക് ജീവിക്കണ്ടേ? അതെന്ത് പറച്ചിലാണോ പറയുന്നത്? ഹലാലായ ഒരു സാധനവും നമ്മുടെ സമൂഹത്തിൽ വിൽക്കാനായിട്ട് ഇടയാകാതിരിക്കട്ടെ എന്ന്. ഈ ശബ്ദരേഖ വളരെ വേദനാജനകമാണ്. അതെ, ഈ ശബ്ദരേഖ വളരെയധികം വേദനാജനകമായ കാര്യമാണ്. അത് താങ്കൾ പറയാതെ തന്നെ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്താ ചെയ്യല, മനുഷ്യൻ ഇങ്ങനെ അങ്ങ് അധപ്പതിച്ചുകൊണ്ടിരുന്നാൽ എന്താ ചെയ്യുന്നത്? മനുഷ്യർക്ക് ജീവിക്കണ്ടേ? ഈ പറയുന്നത് ഹലാലായ ഫുഡ് അവർ തുപ്പിയിട്ട് തൂറിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് ഈ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇടവകയിലെ ഒരു അച്ഛൻ്റേതാണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു വോയിസ് കോളിന് പിന്നിലുള്ള കാര്യം എന്താണെന്ന് അറിയില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ആ പാവപ്പെട്ട അച്ഛനൊന്നും അല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. അച്ഛൻ്റെ പേരിൽ ഇത് ആരോ ഫേക്ക് ഐഡിയിൽ വന്നിട്ട് ഇറക്കുമതി ചെയ്ത ഒരു വോയിസ് മെസ്സേജ് ആണെന്ന് നിങ്ങളെല്ലാവരും, എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഒന്ന് മനസ്സിലാക്കുക. കള്ളനാണയങ്ങൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. അവരെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. ഇനി നമുക്ക് ചില കാര്യങ്ങളൊക്കെ കൂടി വ്യക്തത വരുത്താനുണ്ട്. അത് പറയുന്നതിന് മുമ്പ് അടുത്തൊരു വോയിസ് കോൾ ഉണ്ട് കേട്ടോ, അതുകൂടി കേൾപ്പിച്ച് തരാം. വോയിസ് കോളൊക്കെ വരട്ടെ. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ ഒരു നിമിഷമേ. വലിയ ഉദാഹരണമാണ് ഉറഞ്ഞപുഴ പള്ളിയിലെ അച്ഛന്റെ ശബ്ദം എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് വ്യാജമാണ്. അച്ഛന്റെയും അല്ല എന്ന് തീർത്തു പറയാൻ തെളിവുകളൊന്നുമില്ല. ഏതെങ്കിലും അച്ഛൻ്റെതായെന്ന് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ബോധപൂർവം ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായെന്ന് വരാം. എന്തായാലും ഉറഞ്ഞപുഴ പള്ളി വികാരിയുടേതല്ല എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കരീം
കുവൈറ്റിൽ നിന്നൊരാൾ അച്ഛനെ വിളിച്ചു ചോദിക്കുമ്പോൾ അച്ഛനെ വളരെ കൃത്യമായി മറുപടി ഇപ്പോൾ അച്ഛനാണോ? അതെ അതെ. അച്ഛൻ ഞാൻ അച്ഛൻ്റെ വോയിസ് കേട്ടിട്ട് അച്ഛൻ്റെ നമ്പർ അച്ഛനെടുത്ത് ഇവിടുത്തെ അച്ഛൻ്റെ വോയിസ് ഇങ്ങനെ എന്താണ് വയറായിട്ട് വരുന്നത് വെച്ചു. അച്ഛനത് സത്യത്തിലാണോ? അച്ഛൻ പറഞ്ഞതാണോ? എവിടുന്ന വിളിക്കുന്നേ? ഞാനിപ്പോ കുവൈറ്റിൽ നിന്നാണ് വിളിക്കുന്നത്. അച്ഛന് ഈ പറയുന്നതാണ് ശരിക്കുള്ള അച്ഛൻ്റെ വോയിസ്. ഈ വോയിസിനോട് 1% പോലും സാമ്യമില്ലാത്ത ഒരു വോയിസാണ് ഈ പറയുന്ന വികാരിയുടെ പേരും പറഞ്ഞ് എടുത്തിട്ട് ഇപ്പോൾ വൈറലാക്കി ഇട്ടിരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പാവപ്പെട്ട അച്ഛൻ ഒന്നും അറിഞ്ഞ കാര്യമല്ല കേട്ടോ. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. കേൾക്കുമ്പോഴത്തെ കാര്യം സത്യത്തിൽ അച്ഛനത് അച്ഛനെ പറഞ്ഞതാണോ? ഭയങ്കര വൈറലായിട്ട് വരുന്നു. ഒരുപാട് ഗ്രൂപ്പിലൂടെ വിളിച്ച് വരുന്നു. ആരാ വിളിക്കുന്നേ? അച്ഛൻ്റെ പേര് കരീന്നാണ്. ഞാൻ കോഴിക്കോട് സുഹൃത്താണ്. ഞാൻ സംസാരിക്കുന്ന സുഹൃത്തുള്ളതാണ്. എനിക്ക് വിവരറിയാൻ പറ്റില്ല. എനിക്കൊരു മെസ്സേജ് ഗ്രൂപ്പിൽ വന്നപ്പോ അത് ചിലപ്പോ അച്ഛൻ അറിഞ്ഞുകൊണ്ടാണ് അച്ഛനോട് സംസാരിക്കുന്നത്, വേറെ ആളോന്നും അറിയില്ല. അതിന്റെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വിവരം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. അച്ഛൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ എന്ന് അറിയാൻ പറ്റില്ല. എന്നാ പറഞ്ഞേ? ക്രിസ്മസ് കേക്ക് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നത് വാങ്ങരുത്, അവരെ കുത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത്, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് അത് ശരിയായ രീതിയിലുള്ള ഒരു കേക്കായിട്ട് മാറുമെന്നും അങ്ങനെയാണെങ്കിൽ ഞാൻ 10 കിലോ കേക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ടാ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇല്ല ഈ വന്നാപ്പിന് അച്ഛന്റെ പേരെന്താ? കാഞ്ഞിരപ്പള്ളി രൂപതയില് മുറിഞ്ഞപ്പുഴ പള്ളി ഇടവകയിൽ വന്ന വോയിസ് എന്നെ പറഞ്ഞിരിക്കുന്ന 100 രൂപയോ? അച്ഛനെ അവിടെ കേക്ക് വാങ്ങി ഒരു ക്രിസ്മസ് കേക്കിന് ഓർഡർ കൊടുത്തപ്പോ പിന്നെ ഏതൊരു ബേക്കറിയുടെ പേര് ചോദിച്ചു പോലും. ആ ബേക്കറിയുടെ പേര് ചോദിച്ചപ്പോ അവര് മുസ്ലിങ്ങളെ ബേക്കറിയാണെന്ന് മനസ്സിലാക്കിയ ശേഷം പറഞ്ഞു പോലും ഇത് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അവര് ഹലാലായിട്ട് പറഞ്ഞ് കുട്ടിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്, അത് നമ്മൾ വാങ്ങാൻ പാടില്ല, നമ്മളെ കൊച്ചുങ്ങളെ കൊണ്ട് തന്നെ കേക്കൊക്കെ ഉണ്ടാക്കി നമ്മൾ തന്നെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ഇപ്പോൾ. എന്നാ പിന്നെ ഇങ്ങനെ അതും പറഞ്ഞിട്ടില്ല ഇടവകയിൽ വന്ന ടിപ്പിന് മറ്റാണെങ്കിൽ വരുന്നത് വിട്ടരോ? ഞാൻ ഏറ്റവും എല്ലാ മതങ്ങളും സൗഹാർദ്ദപൂർവ്വം പെരുമാറുന്ന ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അച്ഛനാണെന്ന് ഞാനും പറയുന്നില്ല കേട്ടോ. എല്ലാ മതങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അച്ഛനാണ് ഇരിക്കുന്ന അച്ഛൻ ഞാൻ പറയുന്നത് ഒന്നും ശ്രദ്ധിച്ചില്ല. അച്ഛൻ പറഞ്ഞതല്ല ഞാൻ പറയുന്നത്. അച്ഛൻ എഴുതിയിരിക്കുന്നത് ഞാൻ അച്ഛനോട് പറഞ്ഞതാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മുറിഞ്ഞപ്പുഴ പള്ളി ഇടവകയിൽ വന്ന വോയിസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ആരോ പറഞ്ഞിരിക്കുന്നത് അച്ഛന്റെ ഇടവകയിലുള്ള ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ട് സംഭവം. എല്ലാ മതങ്ങളോടും സൗഹാർദ്ദപൂർവ്വം ഇതിപ്പോ ഞാനൊരു വൈകാരികമായിട്ട് ഞാനൊരു 10 ഗ്രൂപ്പിലേക്ക് വിട്ട് ഒരു മുസ്ലിം ക്രിസ്ത്യൻ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടി തന്നെ ഞാൻ അച്ഛൻ നേരത്തെ വിളിച്ചിട്ട് അച്ഛൻ അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛന്റെ ഇടവകയിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അടുത്ത് അവരോട് സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളാണ് അച്ഛനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടു. ഞാനൊരിക്കലും പറയില്ല. വേറെ ആരോ അത്രയും 10 മണിക്ക് വിട്ട് ബുദ്ധിമുട്ട് കണ്ടിരിക്കണേ. അല്ല, അത് കുഴപ്പമില്ല. ഞാൻ പറയണേ അപ്പം കേട്ട് നോക്കിയാണ് ആ അച്ഛൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അച്ഛൻ്റെ പേരും പറഞ്ഞ് ആ ഇടവകയിൽ എന്നുള്ള പേരിൽ ആരോ പടച്ചിറക്കി വിട്ടതാണ് ഈ ഒരു സംഭവം. ഇപ്പോഴുള്ള ആ ഒരു ഭിന്നതയുണ്ടല്ലോ, മുന്നമ്പോ ആ ഒരു സംഭവത്തിലൊക്കെ എല്ലാവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ ഒരു ശകലം ഒരു അകൽച്ചയിലാണെന്നൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ മുതലെടുത്തിട്ട് ആരൊക്കെയോ ഇറക്കുമതി ചെയ്തതാണ് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പടച്ചിറക്കുമ്പോൾ ഇവർക്കൊക്കെ എന്ത് ആത്മസംതൃപ്തിയാണ് കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും മനുഷ്യരെ തമ്മിൽ തെറ്റിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള വോയിസ് കോളൊക്കെ ഇറക്കുമതി ചെയ്യുന്നത് ആരാണെങ്കിലും അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. കാരണം ഇതൊക്കെ സമൂഹത്തിൻ്റെ വലിയ വിപത്താണ്. ഇപ്പം നമ്മൾ അറിയില്ല, ഇത് ഇങ്ങനെ ക്യാൻസർ പോലെ ബാധിച്ചിരിക്കും. ഇങ്ങനെ ആദ്യം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രശ്നവും കാണൂല. ഇതിങ്ങനെ ജസ്റ്റ് പല ഫോണുകളിൽ കൂടെ പലരും ഇത് കേട്ട് അങ്ങനെ അങ്ങ് പോകുന്നു നമ്മൾ വിചാരിക്കും. പക്ഷേ ഇല്ല, എവിടെയെങ്കിലുമൊക്കെ ഇവിടെ ഉടക്കി കിടക്കും ഇതൊക്കെ.
പലരുടെയും ഹൃദയത്തിൽ ഇവർ കൊടുത്തിരിക്കുന്ന ആ ഒരു ബാഡ് മെസ്സേജ് ഉടക്കി കിടക്കും. കാരണം പലരും ചിന്തിക്കും, അയ്യേ അവർ തുപ്പിയതും തൂറിയതും ഒക്കെ നമ്മൾ മേടിക്കാൻ കൊള്ളാമോ, നമ്മൾ ഉപയോഗിക്കാൻ കൊള്ളാമോ, നമ്മൾ ക്രിസ്ത്യാനിയുടേന്ന് മാത്രമേ മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടായിക്കൂടാന്നില്ല. എന്ത് മനുഷ്യരാണിത്. ശരിക്കും പറയുകയാണെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ, ആ ബഹുമാനപ്പെട്ട ആ ഒരു ആ ഒരു അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അദ്ദേഹം അല്ല ആദ്യം ഇട്ടിരിക്കുന്ന മെസ്സേജ് ഇട്ടിരിക്കുന്നതെന്ന്. അച്ഛൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ക്ഷീണത്തോടു കൂടിയുള്ളൊരു സംസാരമാണ് അല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള നട്ടാക്കുരുക്കാത്ത കള്ളത്തരങ്ങൾ പടച്ചിറക്കി വിടുന്ന ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായിട്ട് ശിക്ഷിക്കണം. കാരണം മതസ്പർദ്ധ വളർത്താനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്കും ആ ഒരു രീതിയിലോട്ടാണ് പോകുന്നത്. ഇതിനെ ഒന്ന് നിയന്ത്രിക്കാനോ ഇതിന് തടയിടാനോ നമ്മളാരും വിചാരിച്ചാൽ പറ്റില്ല. പക്ഷേ അത് പറ്റുന്ന അധികാരികൾ മൗനമായിട്ട് ഇരിക്കരുതെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എവിടെ തിരിഞ്ഞാലും പറയാവുന്ന ചില വാക്കുകൾ, എല്ലാവരും എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ മതം തലയ്ക്ക് പിടിച്ച് ഭ്രാന്ത് പിടിച്ച ചിലരെങ്കിലും പറയുന്ന വാക്കുകളാണ്. തുപ്പിയിട്ട് ഭക്ഷണം കൊടുക്കുന്നു, ഹലാലായ ഭക്ഷണം, തുപ്പിയ ഭക്ഷണം, തൂറിയ ഭക്ഷണം, അവരുടെ ഭക്ഷണം കഴിക്കരുത്, ഇവരുടെ ഭക്ഷണം കഴിക്കരുതെന്ന്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ചെന്ന് ഹോട്ടലിൽ കയറി കാശ് കൊടുത്തിട്ടാണെങ്കിലും വെട്ടി വിഴുങ്ങുന്ന കുഴിമന്തിയും അതുപോലെയുള്ള സംഭവങ്ങളെല്ലാം, ബിരിയാണി ആവട്ടും മട്ടൻ ബിരിയാണി ആണെങ്കിലും മട്ടൻ സൂപ്പാണെങ്കിലും, ഇത് എല്ലാം നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ എത്ര ഹിന്ദുക്കളുടെ ഹോട്ടലാണ് ഉള്ളത് ഇതൊക്കെയുള്ള. അതിനേക്കാൾ ഏറെ 100 ഇരട്ടി മുസ്ലിങ്ങളുടെ ഹോട്ടലുകളാണുള്ളത് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അവിടെ കയറി വെട്ടി വിഴുങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചിന്തയില്ലേ അവർ തുപ്പിയിട്ടൊക്കെയാണ് ഇത് വേവിക്കുന്നതെന്നുള്ള കാര്യം? അങ്ങനെ തിന്നുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഈ ഒരു ചിന്തയില്ല അല്ലേ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യമാണ്. ചിലപ്പം അവർ തുപ്പുന്നു എന്ന് പറയുന്നു. നിങ്ങൾ ആരും അവരുടെ കല്യാണങ്ങൾക്ക് ചെല്ലുമ്പോൾ ഭക്ഷണം കഴിക്കാതെ ഇങ്ങ് പോരുകയാണോ ചെയ്യുന്നത്? ഒന്ന് ഓർത്ത് നോക്കൂ. ശരിക്കും അവർ എന്ന് പറഞ്ഞ് തുപ്പലല്ല തുപ്പുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്ക് തുപ്പലോ കഫമോ മലമോ അല്ല അതിനകത്തോട്ട് ഇടുന്നത്. ഇങ്ങനെ ഊതുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ ധാരണ അങ്ങനെയാണ്. തുപ്പില്ല, ഊതുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അവർ ഊതുന്നതോ തുപ്പുന്നതോ തൂറുന്നതോ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളിത് കഴിക്കാതിരുന്നാൽ പോരെ, അതവിടെ തീരില്ലേ ആ ഒരു പ്രശ്നം. അതിങ്ങനെ പലരുടെയും മനസ്സിലേക്ക് കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി കയറ്റി എന്തിനാണ് നമ്മുടെ നാടിനെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കാനായിട്ട് ശ്രമിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ എന്താണ് നേടുന്നത്? ഒന്നും മനസ്സിലാക്കൂ നിങ്ങൾ. ഇനി പുതിയ തലമുറകളെങ്കിലും ഇത്തരത്തിലുള്ള വൈറസുകൾ കുത്തി കയറ്റി വെച്ചിട്ട് അവരുടെ ജീവിതം നശിപ്പിച്ച് കളയാതിരിക്കൂ. എനിക്കതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. ശരിക്കും കേട്ടപ്പോഴത്തേക്ക് വിഷമം തോന്നി. കാരണം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ടല്ലോ, ഈ ക്രിസ്മസ് കേക്കൊക്കെ നമ്മൾ ഹിന്ദുക്കൾ മേടിക്കുമ്പോൾ അത് മുസ്ലിങ്ങളാണോ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അത് ക്രിസ്ത്യാനികളാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ടല്ല നമ്മൾ മേടിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ക്രിസ്ത്യാനികൾ മാത്രമല്ല ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഏതൊരു വീട്ടിൻ്റെ മുന്നിൽ നോക്കിയാലും സ്റ്റാർ ഉണ്ടാവും, അതുപോലെ പുൽക്കൂടുണ്ടാവും, ഉണ്ണിയേശു ഉണ്ടാവും, LED ബൾബുകൾ തിളക്കമായിട്ട് കത്തിക്കിടക്കുന്നതുണ്ടായിരിക്കും. പക്ഷേ മുസ്ലിംസിൻ്റെ വീട്ടിലുണ്ടാവുമെന്ന് അറിയില്ല. മിക്ക ഹിന്ദുക്കളുടെ വീട്ടിലും ഇതിങ്ങനെ ഉണ്ടാവും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പുൽക്കൂടും തൊഴുത്തിലും ഒക്കെ ഉണ്ടാക്കത്തതേ ഉള്ളായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ എല്ലാവരും നല്ല വൃത്തിയായിട്ട് കാശൊക്കെ ചിലവാക്കി, എന്നുവെച്ചാൽ കുട്ടികളുടെയൊക്കെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരെങ്കിലും ക്രിസ്ത്യാനികളല്ലേ, നമ്മൾ ഹിന്ദുക്കളാണ്, എന്തിനാണ് അവരുടെ പുൽക്കൂട്, യേശു ക്രിസ്തു, സ്റ്റാർ എന്നൊക്കെ ആരും ചിന്തിക്കില്ല. അങ്ങനെയൊന്നും ആരും ചിന്തിക്കില്ല. അത് മാത്രമല്ല, എത്രയോ ഹിന്ദുക്കൾ കഴുത്തിൽ കൊന്ത ഇട്ടുകൊണ്ട് കിടക്കുന്നത് എനിക്കറിയാം. എത്രയോ പേരിടുന്നുണ്ട്, ഞാനും ഇട്ടിട്ടുണ്ട്. ഇപ്പോഴല്ല, പണ്ട് എനിക്കുണ്ടായിരുന്നു കൊന്ത. പിന്നെ പുതിയ നിയമം എന്ന് പറയുന്ന ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ തോന്നെ നാളായി. ഇപ്പം അതൊന്നും കാണുന്നില്ല, അതൊക്കെ ഇങ്ങോട്ട് പോയോ എന്തോ. എൻ്റെ വല്യമ്മ ക്രിസ്ത്യാനിയാണ്, അപ്പോൾ അവരെനിക്ക് തന്നതാണിത്. പിന്നെ അതിലൊക്കെ എന്താണ് ഇത്ര തെറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണോ എന്തോ ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിൻ്റെ പോക്ക് ഇതെങ്ങോട്ടാണെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, അന്നും ഇന്നും എന്നും നമ്മുടെ അതിർത്തിയിൽ നിൽക്കുന്ന മിലിറ്ററിക്കാർ, നമ്മുടെ പട്ടാളക്കാർ, അവർ ഏത് ജാതി മതം എന്നൊക്കെ നോക്കിയിട്ടാണോ നിൽക്കുന്നത്? അവർ എല്ലാ വർഗ്ഗക്കാരും ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇവൻ മുസ്ലിമാണ്, ഇവനെ പട്ടാളത്തിൽ എടുക്കണ്ട, അല്ലെങ്കിൽ ഇവൻ ക്രിസ്ത്യാനിയാണ്, ഇവനെ മിലിറ്ററി ചേർക്കണ്ട എന്നങ്ങനെ ആരെങ്കിലും വിചാരിക്കുമോ? നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സ് കാട്ടാൻ, നമ്മുടെ രാജ്യത്തെ ശത്രുക്കൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാവും പകലും ഉറക്കം ഉളച്ച് ഇരുന്ന് അവർ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ കൂരകളിൽ കിടന്ന് ഇതുപോലെ മൊബൈലൊക്കെ കണ്ട് ആസ്വദിച്ച് കിടന്ന് ഉറങ്ങുന്നത്.
അത് അവർ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല നിൽക്കുന്നത്, രാഷ്ട്രീയമോ ഒന്നുമില്ല അവർക്ക്. അവരെല്ലാവരും ഒരൊറ്റ രാജ്യം, ഒരൊറ്റ ജാതി, ഒരൊറ്റ മതം മാത്രമേ ഉള്ളൂ. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിറയ്ക്കുന്ന ഒരേ ഒരു വികാരം എന്ന് പറയുന്നത് ഇന്ത്യ എന്നുള്ള വികാരം മാത്രമാണ്. ആ ഒരു വികാരത്തെ മുന്നിൽ കണ്ടിട്ടാണ്, മരണം പോലും മുന്നിൽ കണ്ട് അവരിങ്ങനെ നിൽക്കുന്നത്, നെഞ്ച് വിരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഇന്ത്യ എന്നൊരു രാജ്യത്തെക്കുറിച്ചിട്ടുള്ള ആ ഒരു ഒരൊറ്റ വികാരം മാത്രം നെഞ്ചിലേറ്റിക്കൊണ്ടാണ്. നിങ്ങളൊക്കെ അവരെ കണ്ടു പഠിക്കുക, നമ്മുടെ പട്ടാളക്കാരെ കണ്ടു പഠിക്കുക. അല്ലാതെ ഈ വർഗീയ വിഷവും എല്ലാം കൂടി മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കാതെ. എന്താണല്ലേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഒരു പോക്ക്, നമ്മുടെ നാടിൻ്റെ പോക്ക് ഏതൊരു രീതിയിലാണെന്ന് ഉള്ള ആ ഒരു എന്താണ് ഇഷ്ടമായില്ല. അത് എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു വീഡിയോയ്ക്ക് പിന്നിൽ ഇതൊരു അതായത് ആ ഒരു വികാരിയുടെ പേര്, ആ ഒരു അച്ഛൻ്റെ പേര് തന്നെ വലിച്ചഴിച്ചതുകൊണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതൊരു ഫേക്ക് ഐഡിയ ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ, ഓണത്തിൻ്റെ ഇടയിൽ പുട്ടുവെച്ചടം എന്നുള്ളൊരു രീതി പോലെ ഇതാരോ കെട്ടിച്ചമച്ച് മനഃപൂർവ്വം ഉണ്ടാക്കിയൊരു സംഭവമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്തത് ആരാണെങ്കിലും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്, അവകാശമാണ്. കാരണം ഇത്തരത്തിലുള്ള ആളുകളെ സമൂഹത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തില്ലെങ്കിലുണ്ടല്ലോ, അവർ ഇതിൻ്റെ ഇരട്ടി പവറോടുകൂടി ഓരോ ദിവസം ചെല്ലുന്തോറും വൈറസ് പെറ്റുപെരുകുന്നത് കണക്ക് പെറ്റുപെരുകിക്കൊണ്ടേയിരിക്കും. അതായത് ശത്രുത എന്ന് പറയുന്ന സംഭവം ജനങ്ങളുടെ മനസ്സിലേക്ക് കുത്തി ഇറക്കിക്കൊണ്ട് ഇരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം. നമ്മുടെ സർക്കാരൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണം. ഇത്തരത്തിലുള്ള ആളുകളെ ആരാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ എൻ്റെ ചാനലിലൂടെ എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുള്ള സഹോദരങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുമാത്രമല്ല, പിന്നീട് വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വല്ലതും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ജയ് ഹിന്ദ്.